ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് പറഞ്ഞേ. ഉമ്മ അടുത്ത എല്ലാവർക്കും ഉമ്മ. ഞാൻ പാച്ചു കുളിച്ചിട്ട് വരാട്ടോ. കുളിക്കാച്ചോ? അങ്ങനെ പാച്ചൂസ് കുളിച്ചിട്ട് വന്നിട്ട് ഉടുപ്പൊക്കെ ഇട്ടു കേട്ടോ. എല്ലാ ക്ലിപ്സും ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും കാണിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ തിരക്കിനിടയിൽ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയില്ല. ചെറിയ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവൾ കുളിച്ചിട്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനുള്ള ഡ്രസ്സ് ഇട്ടു. തലയിൽ വെക്കാനാണ് ഹാപ്പി ബർത്ത്ഡേ ഹെയർ ബാൻഡ് വാങ്ങിയത്. പക്ഷെ അത് അവൾക്ക് കയ്യിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് കരയാണ്. അങ്ങനെ അവൾ കയ്യിൽ കൊടുത്തു. പിന്നെ അവൾ നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ. വലുതായി ഒന്നും സെലിബ്രേഷൻ ചെയ്തില്ല. നമ്മൾ 15 ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 4 പേർക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ബാക്കി നമ്മളെല്ലാവരും കൂടി പിന്നെ നന്നായിട്ട് തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ വീഡിയോസ് എല്ലാവരെയും കാണിക്കണം എന്ന് വിചാരിച്ചു. തിരക്കിന് ആരും വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല. നമ്മളെല്ലാവരും കുറേ ആയില്ലേ പരസ്പരം കാണാതെ, എല്ലാവരും ഒത്തുകൂടിയപ്പോൾ സംസാരിച്ചങ്ങനെ പോയി. പിന്നെ നമ്മൾ റൂമിലായത് കാരണം ചെറുതായിട്ട് മാത്രമേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ റൂമിൽ വെച്ചിട്ടാണ്, നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ വെച്ചിട്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ പാച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. പിന്നെ അവൾക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഇറിറ്റേഷൻസ് പോലെ. പിന്നെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും അവളെ ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സ് ഇട്ടു. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് ഏട്ടൻ്റെ വകയായിരുന്നു. അത് അവൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഫ്രീസറിൽ വെച്ചു. അത് കാരണം അതും ഭയങ്കര ഫ്രീസായി പോയിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല.